Hey there, this is Archana and you are watching Speak E. Adjectives ചാപ്റ്ററിലെ 8ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്, ലാറ്റർ, ഫോമർ എന്നീ വാക്കുകൾ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കാമെന്നാണ് പഠിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. എന്നാൽ ഒരു കുട്ടി വൈകിയാണ് ക്ലാസ്സിലെത്തിയത്. അപ്പോൾ ടീച്ചർ ആ കുട്ടിയോട് എന്തായിരിക്കും പറയുക? യു ആർ ലേറ്റ് ടുഡേ. ഇന്ന് നീ വൈകി. സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ലേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ലേറ്റ് എന്ന വാക്ക് നെഗറ്റീവ് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ട്രെയിൻ ഇത്ര മണിക്കൂർ ലേറ്റായി. ഇനി ലേറ്റ് എന്ന വാക്കിന്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നോക്കാം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ തീർച്ചയായും പഠിക്കുന്നതാണ്. ഇന്നിവിടെ ലേറ്റ് എന്ന വാക്കിന്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നോക്കാം. കമ്പാരിറ്റീവ് ഡിഗ്രി, ലേറ്റർ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പറയുന്ന ഈ ഒരു വാക്യം നോക്കൂ. ബൈ ബൈ, സീ യു ലേറ്റർ. പിന്നീട്, പിന്നെ കാണാം. പിന്നെ എന്ന അർത്ഥത്തിലാണ് ലേറ്റർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതും സമയത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ലേറ്റിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയായ ലേറ്റസ്റ്റ് എന്ന വാക്കിനെ അറിയാം. ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ്. ലേറ്റസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും പുതിയ, റീസൺ എന്നാണ്. ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. മൊബൈൽ ഫോൺസിന്റെ ഇൻവെൻഷൻ നടന്നത് 1984 കുറേ നാളുകളുടെ പ്രയത്നത്തിന് ശേഷം വൈകി നടന്ന ഒരു ഇൻവെൻഷനാണത്. സോ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും അത് ലേറ്റ് ആയ ഒരു ഇൻവെൻഷൻ ആയിരുന്നുവെന്ന്. പിന്നീട് പല ഫോണുകൾ പുറത്തിറങ്ങി. സോ ഇവിടെ നമുക്ക് ലേറ്റർ എന്ന വാക്ക് ഉപയോഗിക്കാം. പിന്നീട്, ലേറ്റർ. എന്നാൽ എനിക്ക് വേണ്ടത് ഏറ്റവും പുതിയ അല്ലെങ്കിൽ റീസെന്റ് മോഡലാണ്. ദാറ്റ് ഈസ് ലേറ്റസ്റ്റ്. ലേറ്റസ്റ്റ് എന്ന വാക്ക് പോസിറ്റീവ് സെൻസ് കാണിക്കുന്നു. സോ ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ് ഇവ സമയത്തെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. ലേറ്റ് എന്നാൽ വൈകി, ഡിലേ. ലേറ്റർ പിന്നീട്, പിന്നെ. ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ, റീസെന്റ്. ഈ വാക്കുകൾക്ക് സ്ഥാനം അല്ലെങ്കിൽ പൊസിഷനുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇനി അടുത്ത ഒരു വാക്കിനെ കൂടി പരിചയപ്പെടാം. ഇത് നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്, ലാസ്റ്റ്. ലാസ്റ്റ് എന്ന വാക്ക് പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. ആദ്യ സ്ഥാനമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്നും അവസാന സ്ഥാനമെങ്കിൽ ലാസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ പൊസിഷനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ലാസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ് എന്നീ വാക്കുകൾ ഉപയോഗിക്കാറില്ല. ഫസ്റ്റ് എന്നാൽ ആദ്യ സ്ഥാനം, ലാസ്റ്റ് എന്നാൽ അവസാന സ്ഥാനം. സോ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പൊസിഷനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പൊസിഷനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന അടുത്ത ഒരു വാക്കിനെ പരിചയപ്പെടാം. ലാറ്റർ. 2 സ്ഥാനങ്ങൾ മാത്രമുള്ളതിൽ രണ്ടാമത്തെ സ്ഥാനം അഥവാ അവസാന സ്ഥാനം എന്ന അർത്ഥത്തിൽ ലാറ്റർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. 2 സ്ഥാനങ്ങൾ ഉള്ളതിൽ രണ്ടാമത്തെ സ്ഥാനം. ലാറ്റർ എന്നാൽ പിന്നത്തെ. 2 സ്ഥാനങ്ങൾ ഉള്ളതിൽ ആദ്യത്തെ സ്ഥാനത്തിന് അല്ലെങ്കിൽ പൊസിഷന് ഫോർമർ എന്ന്, മുൻ എന്നാണ് പറയുന്നത്. 2 പേരുള്ള ലിസ്റ്റിൽ നിന്ന് മുൻ എന്ന് പറയാൻ ഫോർമർ എന്നും പിന്നത്തെ എന്ന് പറയാൻ ലാറ്റർ എന്ന വാക്കും ഉപയോഗിക്കുന്നു. സോ 2 പേരുള്ള ലിസ്റ്റിൽ ആദ്യത്തെ, മുൻ എന്ന് പറയാൻ ഫോർമർ എന്നും പിന്നത്തെ, അവസാനം എന്ന് പറയാൻ ലാറ്റർ എന്ന വാക്കും ഉപയോഗിക്കുന്നു. അതുപോലെ നിങ്ങൾ ക്രിക്കറ്റ് കാണുന്നവരെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വീരേന്ദ്ര സേവാങ്ങിനെ ടിവിയിൽ കാണിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പേരിന് താഴെ ഫോമർ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഗാംഗുലി എങ്കിൽ ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് കാണാൻ സാധിക്കും. മുൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻ, മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ. സോ ലാസ്റ്റ്, ലാറ്റർ, ഫോമർ എന്നീ വാക്കുകൾ പൊസിഷനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ലേറ്റ് ഇൻ ടേംസ് ഓഫ് ടൈം, വൈകുക.
later in terms of time, പിന്നീട്. latest in terms of time, ഏറ്റവും പുതിയ, recent. അതുപോലെ last in terms of position, അവസാനം. latter in terms of position, രണ്ടു പേരുള്ളതിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ രണ്ടു പേരുള്ളതിൽ അവസാനത്തെ. former in terms of position, രണ്ടു പേരുള്ളതിൽ ആദ്യത്തെ, മുൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. Now answer these questions. First one, he was punished because he was dash. ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ലാസ്റ്റ്, ലേറ്റ്, ലാറ്റർ, ലേറ്റസ്റ്റ്. സോ പണിഷ്മെൻറ്റ് കിട്ടിയെങ്കിൽ അത് ലേറ്റ് ആയതിനാലായിരിക്കും, അല്ലാതെ ബാക്കി ഒരു ഓപ്ഷനും ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നില്ല. സോ ദ ആൻസർ ഈസ് ലേറ്റ്. ഹി വാസ് പണിഷ്ഡ് ബിക്കോസ് ഹി വാസ് ലേറ്റ്. സെക്കൻഡ്, വാട്ട് ഈസ് ദ ഡാഷ് ന്യൂസ് ദാറ്റ് യു ഹാവ്? ഇവിടെ എന്തായിരിക്കും വരുന്നത്? എന്തൊക്കെയുണ്ട് പഴയ വാർത്ത എന്നാരും ചോദിക്കാറില്ല. സോ പുതിയതായുള്ള വാർത്തകൾ എന്തൊക്കെയാണ് എന്നാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ എന്തായിരിക്കും? ഓഫ് കോഴ്സ് ലേറ്റസ്റ്റ്. വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ന്യൂസ് ദാറ്റ് യു ഹാവ്? തേർഡ് വൺ, ആൻഡ്രോയിഡ് ഹാസ് ലോഞ്ച്ഡ് ഇറ്റ്സ് ഡാഷ് അപ്ഡേറ്റ്. സോ ഇവിടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എന്തായിരിക്കും വരുന്നത്? എന്തായാലും ലേറ്റ് അപ്ഡേഷൻ ആവില്ല, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. So the answer is Android has launched its latest update. Fourth one, she secured dash rank. Options late, later, last. So നമുക്കറിയാം പൊസിഷൻ ആണ്. സോ ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. She secured the last rank. Fifth one, the dash part of the movie is more interesting. ഇവിടെ നിങ്ങളൊരു കാര്യം ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ് എന്നീ പൊസിഷൻസ് ഉപയോഗിക്കണമെങ്കിൽ രണ്ടിൽ കൂടുതൽ സ്ഥാനങ്ങൾ ഉണ്ടാവണം. ഒരു മൂവിക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്കറിയാം ഇൻ്റർവെല്ലിൻ്റെ മുമ്പുള്ള ഒരു ഭാഗവും അതിന് ശേഷമുള്ള അതിൻ്റെ പിന്നത്തെ ഭാഗവും, അതിൽ കൂടുതൽ പാർട്ട് അവിടെ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ സെക്കൻഡ് ഓർ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാഹുബലി എന്ന മൂവി ഒരു ഉദാഹരണമായി എടുക്കാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്നാൽ ആദ്യം ഇറങ്ങിയ മൂവിയാണ്. സെക്കൻഡ് പാർട്ട് എന്നാൽ അതിന് ശേഷം ഇറങ്ങിയ സെയിം മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ്. സോ ഇനി ഒരു പാർട്ട് കൂടി വന്നാൽ അത് തേർഡ് പാർട്ട് എന്ന് പറയാം. എന്നാൽ ഇവിടെ സെയിം മൂവിയുടെ പിന്നത്തെ ഭാഗം എന്ന അർത്ഥമാണ് വരുന്നത്. സോ ഇവിടെ ഫോമർ അല്ലെങ്കിൽ ലാറ്റർ ഇവ രണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ആദ്യ ഭാഗം, പിന്നത്തെ ഭാഗം. മൂവിയുടെ ആദ്യ ഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയാൻ ഫോർമർ എന്നും മൂവിയുടെ പിന്നത്തെ ഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയാൻ ലാറ്റർ എന്ന വാക്കും ഉപയോഗിക്കാം. സിക്സ്ത് വൺ, ഐ ഹാവ് ബീൻ ടു ബോത്ത് മുംബൈ ആൻഡ് ഡൽഹി. ദി ഡാഷ് സിറ്റി ഈസ് മോർ പൊല്യൂട്ടഡ്. ഞാൻ മുംബൈയും ഡൽഹിയും പോയിട്ടുണ്ട്, എന്നാൽ ഇന്ന സിറ്റിയാണ് കൂടുതൽ പൊല്യൂട്ടായിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ് എന്നിവ ഉപയോഗിക്കാൻ കഴിയില്ല. ഫസ്റ്റ്, സെക്കൻഡ് ഉപയോഗിക്കണമെങ്കിൽ രണ്ടിൽ കൂടുതൽ ഓപ്ഷൻസ് വേണം. സോ നമുക്കറിയാം ഫോമർ അല്ലെങ്കിൽ ലാറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ഡൽഹിയാണ് കൂടുതൽ പൊല്യൂട്ടായ സിറ്റി. സോ നമ്മൾ ഏത് ഉപയോഗിക്കും? ദ ലാറ്റർ സിറ്റി ഈസ് മോർ പൊല്യൂട്ടഡ്. സെവൻത് വൺ, റാം, ശ്യാം ആൻഡ് ഗണേഷ് ആർ ഫ്രണ്ട്സ്. ദ ലാറ്റർ ഈസ് എ പ്ലെയർ. ഈ വാക്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. സോ രണ്ടാമത്തെ ആളാണ് പ്ലെയർ എന്നാണ് പറയേണ്ടത്. സോ ഇവിടെ ശരിയായ ആൻസർ സെക്കൻഡ് വൺ ആണ്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ലാസ്റ്റ് വൺ ഓർ തേർഡ് വൺ എന്നിങ്ങനെ പറയാൻ സാധിക്കും. എന്നാൽ ലാറ്റർ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. രണ്ടെണ്ണമുള്ള ലിസ്റ്റിൽ രണ്ടാമത്തേതെന്ന് പറയാനാണ് ലാറ്റർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ആൻസർ എന്താണ്? ദ സെക്കൻഡ് വൺ ഈസ് എ പ്ലെയർ. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ദ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു.